ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ യൂസ് ചെയ്യുന്ന റോബോട്ടുകളെയും മനുഷ്യ മനസ്സുകളെയും ന്യൂറോലിങ്ക് എന്ന് പറയുന്ന ടെക്നോളജി വഴി കണക്ട് ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യ ശാസ്ത്രജ്ഞർ കണ്ടുപിടിക്കുകയാണ്. ഈ ഒരു ടെക്നോളജി ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ് 2024 ഹോളിവുഡിൽ ഇറങ്ങിയ ഒരു സൈഫൈ മൂവിയായ അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മൂവിയാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബ്രാഡ് പൈറ്റനാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്ന എ ഐ റോബോട്ട് അതിലൊരെണ്ണം ലോകത്തിനെതിരെ തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ എ ഐ തീവ്രവാദിയായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഇവന് ഇവിടെ നശിപ്പിക്കാൻ പറ്റുന്നില്ല. ഇവൻ ഈ ലോകം വിട്ടിട്ട് വേറൊരു ഗ്രഹത്തിൽ പോയി നിൽക്കുകയാണ്. പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ലോകം കൺട്രോൾ ചെയ്യാൻ ഇവൻ ശ്രമിക്കുന്നുണ്ട്. ഇവൻ ഉണ്ടാക്കിയ വേറെ റോബോട്ടുകൾ ഇവിടെ ലോകം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ഈ റോബോട്ടിനെ ഉണ്ടാക്കിയതെന്ന് പറയുന്നത് നായിക എന്ന് പറയുന്നത് അറ്റ്ലസ് എന്ന് പറയുന്ന നായികയുടെ അമ്മയാണ് ഈ റോബോട്ടിനെ ഉണ്ടാക്കിയത്. അതാണിപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നത് ലോകത്തിനെതിരെ. അങ്ങനെ ഈ നായിക തീരുമാനിക്കുകയാണ് ഇതിനെ എങ്ങനെയെങ്കിലും പോയി നശിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ജേണിയാണ് ഇത്. ഇവർ ഒരു ടീമിനെ രൂപീകരിച്ച് ഇവരെല്ലാവരും കൂടി അവിടെ ചെന്ന് ഈ വില്ലനായിട്ടുള്ള ഈ റോബോട്ടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സൂപ്പർ മൂവിയാണിത്. ഇത് പ്ലോട്ട് കേൾക്കുമ്പോൾ തുടക്കത്തിൽ നമ്മൾ എന്തിരനൊക്കെ പോലെ തോന്നുന്നു പറഞ്ഞാലും അതുപോലത്തെ ഒന്നുമല്ല. ഈ കൺസെപ്റ്റ് ആ ഒരു ഇതാണ്, റോബോട്ട് മനുഷ്യനെതിരെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ. പക്ഷേ അതുപോലത്തെ ഒന്നുമല്ല, ഇത് വേറൊരു രീതിയിലുള്ളതാണ്. വിഷ്വലി ഒരു സൂപ്പർ മൂവിയാണ്, ഒരു ബ്രഹ്മാണ്ഡ സിനിമ എന്ന് തന്നെ പറയാം. നമുക്ക് സൈഫൈ മൂവീസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും കണ്ടിരിക്കുന്ന ഒരു സൂപ്പർ മൂവിയാണ്. ജെന്നിഫർ ലോപ്പസ് ആണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും കണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. കാണാത്തവരൊന്ന് കണ്ടു നോക്ക്, കണ്ടിട്ടൊന്ന് കമൻറ്റ്.